ഹലോ ഫ്രണ്ട്സ്, അപ്പൊ നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പോകുന്നത് ഒരു കോൺഫെറ്റി ഫ്ലവർ ഫീൽഡ് കാണാൻ വേണ്ടിയിട്ടാണ്. അതെന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വൈൽഡ് ഫ്ലവർ ഫാമാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫാമാണ്. നമ്മൾ ഇതുവരെ ഒരു ഫീൽഡ് കണ്ടിട്ടില്ല. അപ്പൊ അത് എങ്ങനെയുണ്ട് എന്ന് നമുക്ക് പോയി നോക്കാം. അപ്പോ അതിന്റെ വിഷ്വൽസിലേക്ക് സ്വാഗതം. നമ്മൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ കാണിച്ചു തരുന്നതാണ്. ഇതൊരു ഓൾഡ് ടൗണിലൂടെയാണ് ഇത് പോകുന്നത്. അപ്പൊ അവിടുത്തെ ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. നല്ല രസമുണ്ട് കേട്ടോ. അതിൽ ടൗൺ ഇങ്ങനെ കാണുമ്പോൾ നല്ല രസമുണ്ട്. ടൗൺ ഇങ്ങനെ കാണുമ്പോൾ നമ്മള് യുകെന്റെ ഉൾനാടുകളാണ് ഈ കണ്ടോണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മളെല്ലാരും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലായിടത്തും ഭയങ്കര സിറ്റിയാണ് എന്നുള്ള ധാരണയാണ് എല്ലാവർക്കും. നമ്മളെ നാട്ടിനേക്കാൾ കൂടുതൽ ഉള്ളോട്ടുള്ള സ്ഥലങ്ങളുണ്ട് ഇവിടെ. എത്തിപ്പെടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പൊ ഫ്രണ്ട്സ്, നമ്മള് ഫീൽഡിലേക്ക് എത്തിയിട്ടുണ്ട്. നല്ല തിരക്കാണ് ഇവിടെ. നിറച്ച് വണ്ടികളാണ്. ഇഷ്ടം പോലെ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഫുൾ വണ്ടികളാണ്. എൻ്റെ ബാക്കിലൊക്കെ നോക്കിയാൽ കാണാം നിങ്ങൾക്ക്. ഫുൾ വണ്ടികളാണ്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരിക്കൽ കൂടെ എല്ലാവരും വീഡിയോ കാണണം, അതുപോലെ തന്നെ ഷെയർ ചെയ്യണം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. ബെല്ലൈക്കണം കൂടെ എനേബിൾ ചെയ്താൽ ഞങ്ങളുടെ പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻസ് എത്രയും പെട്ടെന്ന് എത്തുന്നതായിരിക്കും. കാരണം പുതിയ പുതിയ വീഡിയോസ് കുറേ എണ്ണം വരാനുണ്ട്. അപ്പോൾ ഇതുപോലുള്ള വെറൈറ്റി വീഡിയോകൾ വെച്ചിട്ടുണ്ടെങ്കിൽ, വെറൈറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതുപോലുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇനി എക്സ്പ്ലോർ ചെയ്യാൻ. ഇതൊക്കെ നമ്മൾ UK വന്നാൽ മാത്രമേ കാണാൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൂടെ കാണാൻ കഴിയാത്തതാണ്. അതുപോലെ നമ്മൾ നാട്ടിലുണ്ട് സൂര്യകാന്തിയും അതുപോലെ തന്നെ ചെന്തിപ്പൂവൊക്കെ ഇഷ്ടംപോലെ ഉള്ളതാണ്. പക്ഷേ ഇതൊരു വേറെ സംതിങ് ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ടാണ് ഇതിലേക്ക് വന്നത്. ഇതൊക്കെ യൂറോപ്യൻ നാടുകളിൽ മാത്രം കാണുന്ന ഒരു കാഴ്ചയാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരിക്കൽ കൂടെ. അപ്പോൾ നല്ല തിരക്കുള്ള സ്ഥലമാണിത്. ഫുള്ളായിട്ട് നല്ല എന്താ പറയുക, ഭയങ്കര തിരക്കാണ് ഇവിടെ. ഫുള്ളാളും ബഹളമൊക്കെയാണ്. ഇതാണ് സംഭവം, ഫീൽഡ് ഇതാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഇങ്ങനെ കയറാം. പല വർണ്ണങ്ങളിൽ അങ്ങനെ ഭംഗിയുള്ളൊരു ഫ്ലവേഴ്സാണിത്. എത്ര മനോഹരം. നല്ല ഭംഗിയുള്ള അടിപൊളി ഫ്ലവേഴ്സ്. ഒരു ലോകമാണ്. ഉള്ള പോയിക്കൂടെ എന്നെ കഴിഞ്ഞ ഹൈറ്റിലാണ് പോയിക്കുന്നത്.
എന്തായാലും നല്ല അടിപൊളി ഒരു അനുഭവം തന്നെ കേട്ടോ. ഇത്രയും ഫ്ലവറുകളുടെ ഇടയിലൂടെ നമുക്ക് നടക്കാൻ കഴിയാന്നുള്ളത്. ഓക്കെ, അടിപൊളി ഒരു അനുഭൂതിയാണ് കേട്ടോ ഈ ഫ്ലവറിന്റെ. നല്ല കളർഫുൾ ആയിട്ടുള്ള നല്ല എന്താ ഒരു ഭംഗിയാന്നറിയോ. സൂപ്പർ. പല കളറിലാണ് കേട്ടോ, നല്ല ഭംഗിയില് പല കളേഴ്സ് ഉണ്ട്. കാരണം റെഡ് ഉണ്ട്, അതുപോലെ തന്നെ റോസ് ഉണ്ട്. അപ്പൊ അങ്ങനെ തന്നെ ഗാർഡനിലേക്ക് വന്നാണ്. അതിന്റെ ഒരു ഭംഗിയുള്ള ഇത് നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞു വന്നാണ്. എന്തായാലും വളരെ കുറഞ്ഞ ദിവസം മാത്രമേ ഇതിന് എന്താ പറയാ ഈ സംഭവം ഇവിടെ ഉണ്ടാവുള്ളൂ. വളരെ പെട്ടെന്ന് ഡാമേജ് ആവുന്ന ഒരു ഫ്ലവറാണിത്. അപ്പോൾ ഒരുപാട് ആളുകളുണ്ട്. എല്ലാവരും നമ്മൾ ഒരുപാട് ഇന്ത്യക്കാരും മലയാളീസും എല്ലാം പോലെ ഉണ്ട്. പിങ്ക് കളറിലെ അതിനിടയ്ക്ക് മറ്റ് ഫുൾ നല്ല പിങ്ക് കളർ, നല്ല ഭംഗിയുള്ള സംഭവം. നമ്മുടെ നാട്ടിലൊന്നും അത് കാണാനില്ല ശരിക്കും ഇങ്ങനത്തെ ഒന്നും. നമ്മളവിടെ എന്ന് പറയുന്നത് ഓർക്കിഡും അതുപോലുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് വളരെ വ്യത്യസ്തമായ ഒരു ഫ്ലവറിന്റെ ഒരു ഇവിടെ ഇത്തരം ഫ്ലവറിൻ്റെ ഒക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഇതുപോലുള്ള ഫ്ലവർ. ഇപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇതിൻ്റെ ലാവൻഡർ ഫീൽഡ് കണ്ടു. അതുപോലെ തന്നെ തുലിപ്പ്, അതുപോലെ ഒരുപാട് ഫ്ലവേഴ്സിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫ്ലവേഴ്സിൻ്റെ ഒരുപാട് ഫീൽഡുകൾ ഇവിടെ അവൈലബിൾ ആണ്. ഇതുപോലെ കാണാനൊക്കെ പല ഡിഫറെൻറ്റ് കളറിൽ നല്ല ഭംഗിയാണ്. വയലറ്റ് മാത്രം, വയലറ്റ്, ബ്ലൂ, എല്ലാം ഇതിനൊക്കെ ഒരു റെഡ്, പിങ്ക്. എല്ലാവരും വളരെ ഹാപ്പി ആയിട്ട് ഫോട്ടോഷൂട്ടിന് വേണ്ടി മാത്രമായിട്ട് വന്നിട്ടുള്ള ആൾക്കാരാണ്. അടിപൊളിയായിട്ട് ഫോട്ടോ എടുക്കാൻ നല്ല തിരക്കാണ് മൊത്തം. എല്ലാവരും ഫോട്ടോഗ്രാഫിക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സിങ്ങും ഒക്കെ ആയിരുന്നു. ഞങ്ങൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും പ്രതീക്ഷിക്കാണ്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. എന്നും തന്നെയാണ് നല്ല അടിപൊളിയായിട്ട്. ഒരു വലിയ പാട്, അത് കുറഞ്ഞ ദൂരമൊന്നുമല്ല, അത് ഒരുപാടുണ്ട്. ഒരുപാട് ദൂരത്തേക്ക് ഉണ്ടത്. ഒരുപാട് ദൂരത്തേക്ക് ആ ഫ്ലവറിന്റെ പാടം ഉണ്ടെന്നുള്ളതാണ്. നടന്ന് കാണാൻ ഒരുപാടുണ്ട്, പല ഡിഫറെൻ്റ് ആയിട്ടുള്ള കളറുകൾ. ഇനി നമുക്ക് മറ്റൊരു കളറും കൂടെ കാണാം. വേറൊരു കളർ പാടാണ്. ഇതിൽ തന്നെ വേറൊരു കളർ ഫ്ലവറാണത്. സെയിം ഫ്ലവർ. ഫോട്ടോ എടുക്കുന്നതിൻ്റെ നല്ല തിരക്കിലാണ്. എല്ലാവരും ഫോട്ടോഷൂട്ട് ചെയ്യാനുള്ള നല്ല എല്ലാ തയ്യാറെടുപ്പായിട്ടാണ് ഓരോരുത്തർ വന്നത്. പക്ഷെ ഞങ്ങൾ അത്ര തയ്യാറെടുപ്പായിരുന്നില്ല വന്നത്. വളരെ യാദർശികമായി വന്നതാണ്. വന്നപ്പോൾ ഇന്നത് കണ്ടേക്കാം എന്നുള്ള കാരണം കയറിയതാണ്. എന്തായാലും ഇതൊരു എക്സ്പീരിയൻസ് ആണ്. അടിപൊളി ഫ്ലവറിൻ്റെ ഒരു മായാലോകം എന്ന് പറയാം. നല്ല വെയിലാണ് കേട്ടോ, ഒന്നും കാണുന്നില്ല. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് നോക്കിയിട്ടൊന്നും മനസ്സിലാവുന്നതാണ്. എല്ലായിടത്തും ഗ്ലെയറും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഒന്നും മനസ്സിലാവുന്നില്ല. പോപ്പീസ് ഫ്ലവറിന്റെ ഒരു പാടാണ്. പുസ്തകത്തിന്റെ പുറംചട്ടകളിലൊക്കെ
പറഞ്ഞ പോലെ ഈ സാധനം നമ്മൾ വിചാരിക്കും, കണ്ടു കഴിഞ്ഞാൽ വിചാരിക്കും ഇതൊരു പ്ലാസ്റ്റിക്കോ അല്ലെങ്കിൽ നമ്മൾ നൈലോണിൻ്റെ വലിയ പ്രൊഡക്റ്റ് ആണോ എന്നൊക്കെ വിചാരിക്കും. അതങ്ങനെയാണ് എൻ്റെ ഒരു സ്ട്രക്ചർ, അങ്ങനെയാണ് എൻ്റെ ഫ്ലവറിൻ്റെ. അതല്ലേ എന്താ വിചാരിക്കും, ഇതൊരു പ്ലാസ്റ്റിക് ഫ്ലവർ മാതിരി. ഈ പോപ്പി ഫ്ലവർ ശരിക്കും പറഞ്ഞാൽ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും ഒരു നൈലോണിലൊക്കെ ഉണ്ടാക്കിയിട്ട് ആർട്ടിഫിഷ്യൽ ഫ്ലവറിൻ്റെയൊക്കെ ഒരു ഭംഗിയാണ് ഇത് കാണുന്നത്. അതിൻ്റെ ഒരു വലിയൊരു ശേഖരം തന്നെ ഉണ്ട്, കണ്ടില്ലേ? വലിയ ശേഖരമുണ്ട്, നല്ല അടിപൊളിയാണ്. നമ്മുടെ ആൾക്കാർ ഫോട്ടോഷൂട്ട് ചെയ്യുന്നു. വളരെ ഡിഫറെൻ്റ് ആയിട്ട് തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സ് ഉണ്ട്. അതിൻ്റെ വേറെ ഇതാണ് ഈ ഫ്ലവർ, വേറെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഫ്ലവറാണ്. ഇതിൻ്റെ തന്നെ മറ്റൊന്നാണ് ഇത് മഞ്ഞ കളർ. പക്ഷെ ഈ യെലോയിനെക്കാളും രസം ഇതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതൊരു പ്ലാസ്റ്റിക് ഫ്ലവറിൻ്റെ ഒരു ഭംഗിയിലേക്കാണ് ഇത് വരുന്നത്. വളരെ നമ്മളേക്ക് പ്ലാസ്റ്റിക് ഫ്ലവറിൻ്റെ ആണോ അത്ര മനോഹരമായിരുന്നു. അപ്പോൾ ഇത് എത്രമാത്രം നിങ്ങൾക്ക് വിഷ്വലിൽ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല, പക്ഷെ അതിമനോഹരമായിട്ടുള്ള ഒരു സംഭവമാണ്. ഒരുപാട് ആളുകളുണ്ട്, വലിയ വലിയ ക്യാമറകളൊക്കെ ആയിട്ട് ഓരോരുത്തർ ഫോട്ടോ എടുക്കും. നമ്മൾ ഒന്നുമല്ല, നമ്മൾ ലോക്കൽ ക്യാമറ ആയിട്ട് വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ പൂവിൻ്റെ ഇടയ്ക്ക് ഒളിച്ചിരിക്കുന്നത് കണ്ടെത്താൻ പോവാൻ. വണ്ടോ ഇതൊന്നല്ല, നമ്മളെ ബ്യൂട്ടിയാണ് പൂവിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഒളിച്ചിരിക്കുക. അയാൾ പറയുന്നത് ആളെക്കാൾ ഹൈറ്റ് ഉണ്ട് ഫ്ലവറിന്, അതിൻ്റെ ഇടയ്ക്ക് പോയ ആളെ കാണുന്നില്ല എന്നതാണ് അതാണ് പറയുന്നത്. അപ്പോൾ ആളെക്കാൾ ഹൈറ്റിലാണ് ഫ്ലവർ നിൽക്കുന്നത്, അതുകൊണ്ട് എനിക്കൊന്നും കാണുന്നില്ല. പിന്നെ വെയിൽ കാരണം അതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഒളിച്ചിരുന്ന് കഴിഞ്ഞാൽ പിന്നെ വെയിൽ കൊള്ളൂല. അപ്പം അതൊക്കെയാണ് ആള് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കളറാണ് കേട്ടോ, കുറച്ചൊരു ഡീപ്പായിട്ടുള്ള പിങ്ക്, അതിൽ തന്നെ ഒരു ലൈറ്റ് പിങ്ക്, നല്ല ഓഫ് വൈറ്റ് അല്ല പിങ്ക് തന്നെ. ബേബി പിങ്ക് എന്ന് പറയാം. അതായത് പിങ്കിന്റെ കുട്ടിയായിട്ട് വരും എന്നാണ് ആള് പറഞ്ഞത്. ഇപ്പോൾ അല്ലേ, ഒക്കെ വേറൊരു കളറാണ് എൻ്റെ ഫ്ലവറിൻ്റെ. പല വർണ്ണങ്ങളിലാണ് ഇവിടെ കാണുന്നത്. ഒരു ഫോട്ടോഷൂട്ടിൻ്റെ തിരക്കിലാണ് നമ്മൾ. പ്രത്യേകിച്ച് ഒന്നും പ്ലാൻഡ് അല്ലാത്തതുകൊണ്ട് ഉള്ള ഒരു പ്രശ്നമാണ്. ഇത് വേറെ കളേഴ്സ് ഉണ്ട് കേട്ടോ. കളേഴ്സ് എന്ന് പറഞ്ഞാൽ പ്യൂർ വൈറ്റ് ഉണ്ട്, നല്ല ഭംഗിയായിട്ട്. എൻ്റെ ബാക്കിൽ നിൽക്കുന്നതൊക്കെ പ്യൂർ വൈറ്റിൻ്റെ ഒരു പാടമാണ്, നല്ല ഭംഗിയായിട്ട് കാണാം. അപ്പോൾ ഇത് പല കളറിൽ പല വെറൈറ്റിയിലാണ് നിൽക്കുന്നത്. എന്തായാലും വെറൈറ്റി കളറാണ് മൊത്തം. വൈറ്റ് കളറ്, വൈറ്റ് കളറിൻ്റെ പാടാണ്. എല്ലാം വൈറ്റ് കളർ. അതിനിടയ്ക്ക് ഒരാൾ വന്ന് കുടുങ്ങിപ്പോയി, ഒരു ബേബി പിങ്ക്. ഫുള്ളായിട്ട് അങ്ങനെയാണ് കേട്ടോ, ഫുൾ പാടവും അങ്ങനെ തന്നെയാണ്, ഫുൾ വൈറ്റാണ്. അതുപോലെ തന്നെ ഇത് നമ്മൾ ഇപ്പോൾ കണ്ടത് ഒരു സൈഡ് പിങ്ക്, ഈ സൈഡ് കാണുന്നത് പിങ്കാണ്, അതിനപ്പുറം കാണുന്നത് വയലറ്റാണ്, അതിനപ്പുറം ബേബി പിങ്ക്. അങ്ങനെ പല ഡിഫറെൻറ്റ് കളറിലാണ് ഇത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. പക്ഷെ വളരെ ഭംഗിയായിരുന്നു. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ലാവൻഡർ ഫീൽഡ് കാണാൻ വേണ്ടി പോയിട്ട് ഞങ്ങൾക്ക് അത്ര സാറ്റിസ്ഫൈഡ് ആയില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ ഒന്നാമത് പൂത്തിട്ടുണ്ടായിരുന്നില്ല അധികം. അപ്പോൾ ഇത് ഒരുപക്ഷെ ഇന്നലെ അവിടെ പോയത് ഇങ്ങോട്ട് വന്നാൽ മതിയായിരുന്നു എന്ന് തോന്നിപ്പോയി. ഒരുപാട് സ്പെൻഡ് ചെയ്തു ഇന്നലെ ടൈം അവിടെ, പക്ഷെ നന്നായിട്ടൊന്നും കാണാൻ കഴിഞ്ഞില്ല. പോപ്പിപ്പാടം ഇവിടെയുണ്ട് കേട്ടോ, പോപ്പി ഫ്ലവേഴ്സ്. ശരിക്കും പോപ്പി ഫ്ലവറിൻ്റെ ഒരു ലുക്ക് എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ആർട്ടിഫിഷ്യൽ ഒരു ഫ്ലവറിൻ്റെയൊക്കെ ഭംഗിയാണ്. അതായത് ഭയങ്കര സോഫ്റ്റാണ്. കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഫോട്ടോയിൽ എങ്ങനെ കാണുന്നു എന്ന് എനിക്കറിയില്ല. കണ്ടോ, ഒരു ആർട്ടിഫിഷ്യൽ ഒരു ഫ്ലവറിൻ്റെ ഒരു ഭംഗി. നമ്മൾ എന്താ ചൈന ഫ്ലവറൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഫ്ലവറിൻ്റെ ആ ഒരു ഭംഗിയാണ് ശരിക്കും ഈ ഫ്ലവറിനുള്ളത്. പക്ഷെ ഭയങ്കര ബ്യൂട്ടിയാണ് കേട്ടോ, ഭയങ്കര രസമാണ് സാധനം. കാണുന്ന എത്രമാത്രം നിങ്ങൾക്കത് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഭയങ്കര ഭംഗിയാണ് കാണാൻ.
പറിച്ചുകൊണ്ട് വന്നിട്ട് അത് ഇവിടുന്ന് പ്രോസസ്സ് ചെയ്യണം അവർ. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള ബൊക്കകളാക്കിയിട്ട് മാറ്റുക. അതിൻ്റെ യൂണിറ്റാണ് ഈ കാണുന്നത്. ഇതിൻ്റെ ബൊക്കെ വാങ്ങിക്കാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരാണ് ഈ ക്യൂ മുഴുവൻ. ഇത് ഫ്ലവർ വാങ്ങിക്കാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരാണ് കേട്ടോ. എല്ലാവരുടെ കയ്യിലും ഫ്ലവറുണ്ട്. അവിടെ ഫ്ലവർ ഉണ്ടാക്കുകയാണ്. ഇവിടെ ഫ്ലവറിൻ്റെ ബൊക്ക ഉണ്ടാക്കുകയാണ്. പല കളേഴ്സുള്ള ഫ്ലവറുകൾ വെച്ച് ഒരു ബൊക്ക ഇവിടുന്ന് ഉണ്ടാക്കിയിട്ട് പറഞ്ഞ സ്റ്റോളിലേക്ക് കൊണ്ടുവരികയാണ്. എല്ലാവരും ഫ്ലവർ ഉണ്ടാക്കി ഫ്ലവർ ബൊക്ക ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഇത് മൊത്തം ഇവിടെ ഇന്ന് ഇതിൻ്റെ ഈ ഫ്ലവറിൻ്റെ ഒരു ഇവൻ്റാണ് ശരിക്കും നടക്കുന്നത്. എല്ലാവരുടെ കയ്യിലും ബൊക്കയൊക്കെ പിടിച്ചിങ്ങനെ നടന്നു പോവാണ്. ഇത് എന്തൊക്കെയോ ഐറ്റംസ് ഉണ്ടാകുന്നു. ഫ്ലവറിൽ പെയിൻറ്റിങ്സ്, സ്ട്രക്ചർ പെയിൻറ്റ് ഈ ഫ്ലവറിനെ വെച്ചിട്ട് പെയിൻറ്റ് ചെയ്തിരിക്കുകയാണ്. പെയിൻറ്റിങ് ആണ്. ഡിഫറെൻറ്റ് പെയിൻറ്റിങ്സ് അവൈലബിളാണ്. അതിൻ്റെ ഒരു സ്റ്റോളാണ്. മൊത്തം ഫ്ലവറുകളുടെ ഒരു ലോകമാണ്. എല്ലാം നമ്മൾ മാത്രമേ ഉള്ളൂ ഇവിടെ. ലോകം മുഴുവൻ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫ്ലവേഴ്സ്, നല്ല അടിപൊളിയായിട്ട് കളർഫുൾ ആയിട്ടുള്ള ഫ്ലവേഴ്സ്. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും ഷെയർ ചെയ്യണം കേട്ടോ. എല്ലാവർക്കും കാണിച്ചു കൊടുക്കണം സ്ഥലങ്ങളൊക്കെ. ഇതൊക്കെ നമുക്ക് കിട്ടിയ ഒരു എന്താ പറയുക ഒരവസരമാണ്. അപ്പോൾ അത് നമ്മൾ യൂസ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇനിയും വരാനുണ്ട്. ഒരുപാട് കാണാനുണ്ട്. അപ്പോൾ നിങ്ങളുടെ സഹകരണം ഇനിയും പ്രതീക്ഷിക്കുന്നുണ്ട്.